മോളെ പപ്പ എന്താ പപ്പ പറയ? ഒന്നുമില്ല മോളെ. ആക്ച്വലി എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. എന്താ പപ്പ ചോദിക്കേ? അത് വേറൊന്നുമല്ല, അജുവിനെയും അച്ഛനെയും കുറിച്ചായിരുന്നു. ആരെ കുറിച്ച് വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല. അവർക്ക് പരസ്പരം ഇഷ്ടം. ഓ, അതിനെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും മോളെടുത്ത് പറഞ്ഞിരുന്നോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്താ പപ്പ? അച്ഛൻ്റെ ഫാദർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? പപ്പ പറഞ്ഞതില് എന്തോ പന്തികേടില്ലേ? ഇനിയുണ്ടോ ഭഗവാനെ, അച്ഛനെ കാത്തോളെ. ഗായ്സ്, നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്ത് ഗുഡ് ന്യൂസ്? ജീന ചേച്ചിയും ജീന ചേച്ചിയുടെ ഫ്രണ്ട് സൂസൻ ചേച്ചിയില്ലേ, അവരിന്നലെ USA പോയി. ഇനി തിരിച്ചു വരാൻ ചാൻസ് ഒന്നുമില്ല. അത് രണ്ടും കൂടെ പോയി ചുറ്റാൻ പോയതായിരിക്കും. സമയം എവിടെ നിന്നെങ്കിലുമൊക്കെ വരും. അതുകൊണ്ട് അതിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അല്ല, അവൻ പറഞ്ഞത് കറക്റ്റാ. പിന്നെ അങ്ങേരാണെങ്കിൽ കോമയിലുമായപ്പോൾ എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ട്. ഇതെല്ലാം വിശ്വ അടുത്ത് പറഞ്ഞത്. അവരിനി വരാൻ ചാൻസ് കുറവാണെന്നും പറഞ്ഞു. അവളെല്ലാം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അവൾ അപ്പയ്ക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു. അപ്പോൾ അത് നല്ല ന്യൂസ് ആണല്ലോ. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇനി ആ രണ്ട് മാരണങ്ങളെയും സഹിക്കണ്ട. അപ്പോൾ അതിനർത്ഥം ഇനി അച്ചുവിൻ്റെയും അജുവിൻ്റെയും നടുവിൽ ഇനി വില്ലന്മാരൊന്നും ഇല്ലെന്നല്ലേ? അല്ലടവിക്കും മോനെ, ഇത്രയും പെട്ടെന്ന് നീ ഇതെങ്ങനെയാ അറിഞ്ഞത്? വാസുവണ്ണ അപ്പം നിന്നാ പോരെ, കുഴി എണ്ണണോ? അതൊക്കെ എൻ്റെതായ വഴികളിലൂടെ ഞാൻ അറിഞ്ഞു. എന്നാലും റൂട്ട് ക്ലിയർ ആയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അജുവിനെ അച്ഛനെ സെറ്റാക്കാൻ നോക്ക്. അതിന് നിന്റെ കയ്യിലാ മോനെ. ഡൺ. ഇനി ഞാൻ അതൊക്കെ എത്രയും പെട്ടെന്ന് സെറ്റ് ആയിക്കോളാം. നീ ഒരു കില്ലാടി തന്നെ മോനെ. അല്ല വിക്കി, എനിക്കൊരു ഡൗട്ട്. ഞാനും അച്ഛൻ സെറ്റായി കഴിഞ്ഞിട്ട് കിസ് ചെയ്യണം? അയ്യോ, ഓടിച്ചെന്നാലും മതി അങ്ങോട്ട്. അവളെ എസ് പറഞ്ഞ ഉടനെ കിസ് ചോദിച്ചുകൊണ്ട് നീ ചെല്ലേ. അവളെ ഫിംഗർ പ്രിന്റ് നിന്റെ കവളിൽ വാങ്ങിച്ചുകൊണ്ട് വരാം. എടാ മോനെ, ഇത് ഡ്രാമയല്ല, ലൈഫാ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഈ പോക്ക് വെച്ച് വൺ സ്ലോ ആണ്. നമുക്ക് ഒരു കിസ്സൊക്കെ ആവാം. പക്ഷേ ഫസ്റ്റ് കിസ് എപ്പോഴും ജെന്റിലും നല്ല സ്മൂത്ത് ആയിരിക്കണം. പിന്നെ വേണമെങ്കിൽ കൊറിയൻ മൂവീസൊക്കെ, കൊറിയൻ ഡ്രാമാസൊക്കെ കണ്ടുപിടിച്ചു. ഫോറിനിലെ കിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേ സോമ്പിക്ക് ആക്രമണം നടക്കാം. സോ അത് കണ്ടുപിടിക്കണ്ട. അത് കറക്റ്റ്. വെയിറ്റ്, നീ പെട്ടെന്ന് എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നത്? സത്യം പറയൂ, നീ വച്ചും? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ അറിഞ്ഞു വെച്ചേക്കാലോ എന്ന് കരുതി. നിന്നെ ഞാൻ ഇന്നും ഇന്നലെ ഇതും കാണാൻ തുടങ്ങിയതല്ലല്ലോ. സത്യം പറയടാ കള്ള മാറി. നീ വച്ചു തമ്മിൽ സെറ്റ് ആയില്ലേടാ? ചെറുതായിട്ട്. വാട്ട് റിയലി? ഇപ്പൊ എങ്ങനെ ഇരിക്കും? അത് പിന്നെ വാസു, മിണ്ടരുത് കള്ളപ്പാ. നീ പറയുന്നതൊക്കെ ഓരോന്ന് ചെയ്ത് തന്നിട്ട് മോനെ നിർത്തി. എല്ലാം ഞാൻ നിർത്തി. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് രാജിവെക്കും. ഇവിടെ എന്തുവാടാ അവൾ സീക്രട്ട് ആയിട്ട് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാ ഇന്നലെ സെറ്റായതേ ഉള്ളൂ. ഏതായാലും ഞാൻ ഹാപ്പിയാണ്. ഇന്നലെ സെറ്റായത് കൊണ്ടും എനിക്ക് വേറെ ഒരിടത്തും ജോലി കിട്ടുന്നില്ലെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ക്ഷമിച്ചിരിക്കുന്നു. എനിക്കും കൂടി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വേണമെന്നില്ല, നീയും റോസമ്മയും സെറ്റായെന്നായിരിക്കും. മനസ്സിലായില്ലേ? വെറും 2 മാസേ ആയോള്. 2 മാസോ? സോ ഫാസ്റ്റ്? ഹായ് അങ്കിൾ, നൈസ് ടു മീറ്റ് യു. ഹായ് ബോഗ, ഞാൻ ലേറ്റ് ആയോ? നോ അങ്കിൾ. അല്ല, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം സംസാരിക്കാനായിരുന്നു. ഇന്ന് നിന്റെ റോസമ്മയില്ലല്ലോ, നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ജോണി പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എന്തായാലും റോസമ്മ 2 മാസം റിലേഷൻഷിപ്പിലായിട്ട് എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ല. അപ്പോൾ അവള് പറയാ, എന്നെന്താ ഇങ്ങനെ നോക്കുന്നത് അജു? ജോണി വന്നെന്ന് തോന്നുന്നു. പോട്ടെ, ബൈ. ബൈ. അജു, കൺട്രോൾ യുവർ ഹോർമോൺസ്. എന്നാലും
അജു, ആ അച്ചു, എന്താ ഞാനൊരു കാര്യം മറന്നുപോയി. എന്താ അച്ചു? ബൈ, നാളെ കാണാം. എന്താ ഫീല്? ഒരു ചീക്കേഴ്സ് ഇങ്ങനെയാണെങ്കിൽ അപ്പോ ഓ എനിക്ക് വയ്യ. നിനക്കൊരു കാര്യം മര്യാദക്ക് ചെയ്യാൻ അറിയത്തില്ല, എല്ലാം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓഹോ, അതിനിപ്പോ എന്താ ഞാൻ മര്യാദക്ക് ചെയ്യാത്തെ? ഫോർ എക്സാമ്പിൾ എന്ന് തന്ന കിസ് അത് ഒരു സെക്കൻഡ് പോലും നീണ്ടു നിന്നില്ല. അടുത്ത തവണ എങ്ങനെയാണോന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അയ്യടാ, ബുദ്ധിമുട്ടായാലോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അയ്യോ, നിനക്കല്ല, എനിക്ക് ബുദ്ധിമുട്ടായാലോ എന്നാ ചോദിച്ചു. ശരി അച്ചു, എനിക്ക് ഇപ്പൊ നിന്നെ കാണാൻ തോന്നുന്ന പോലെ. ആണോ? എന്നാ ഇങ്ങോട്ട് ഓടിവാ. ഇവിടെ അച്ഛനും ഏട്ടന്മാരും ആരും ഉറങ്ങിയിട്ടില്ല. വന്ന അവരെയൊക്കെ കണ്ടിട്ട് പോവാം. അയ്യടാ, മോൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി കേട്ടാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ശരിക്കും ആയിക്കോട്ടെ. എന്തായാലും മോൻ ഇപ്പം പോയി ചാച്ചിക്കോ. നമുക്ക് നാളെ കാണാം. അച്ചു, ഐ ലവ് യു. എന്താ തിരിച്ചു പറയണേ? അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ. കട്ടാക്കിയ ഇവള്. ഇത് തന്നെയല്ലോ അല്ലേ? ഈ വഴി കൂടെ ഞാൻ നിന്ന് വന്നത്. എനിക്കുണ്ടാക്കാറില്ല. എന്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പ് തന്നെയല്ലേ? അച്ചു, അച്ചു മോളെ, നിന്റെ അച്ചു വന്ന് എണീക്ക്, എണീക്ക്, എണീക്ക്. ക്യൂട്ട്. എണീറ്റോ? വേഗം എണീക്ക്. അതെ, ഇതുകൊണ്ട് തന്നെ. ഹായ്. ഓ, ഞാൻ തന്നെ. എന്റെ പെണ്ണെ, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാതെ വീട്ടിലുള്ളവരെല്ലാരും എണീക്കും. അതേന്നെ, ഞാൻ അഞ്ചു തന്നെ. എന്താ ഡൗട്ട് ഉണ്ടോ? ഐ ലവ് യു ഒരാൾ പറഞ്ഞ ഐ ലവ് യു ടു എന്ന് പറയാനുള്ള ഒരു ബേസിക് മാന്യതയെങ്കിലും കാണിക്കണം. എന്നാ വേഗം പറ. അതെ, I'm madly in love with you. സമയം പോകുന്നു, എന്നാ പെട്ടെന്ന് പറ. കേക്കൽ സത്തമ്മ, കുറച്ച് ഫീലിങ്സ് ആണ് പറഞ്ഞോളൂ. I love you too, darling. വന്നാരും കഴിഞ്ഞില്ലേ? ഇനി ആരും കാണാതെ തിരിച്ചു പോക്കോ. ആര് പറഞ്ഞു വന്നാരും കഴിഞ്ഞെന്ന്? നീ ചെയ്ത തെറ്റിന് പണിഷ്മെന്റ് കൂടെ ഉണ്ട്. പണിഷ്മെന്റോ? എന്ത് പണിഷ്മെന്റ്? പണിഷ്മെന്റ് ആയിട്ട് നീ എന്റെ കൂടെ നൈറ്റ് ഡേറ്റിന് വരണം. ഈ രാത്രി നിന്നോട് പുറത്തു പോകാനും അതൊന്നും നടക്കില്ല. നീ ചെല്ലാൻ നോക്ക്. അതൊക്കെ നടക്കും. നീ വരാത്ത പക്ഷം ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. രാജു, കളിക്കല്ലേ പ്ലീസ്. ആരെങ്കിലും ഒക്കെ കണ്ട പ്രശ്നമാവും. ആണ് എന്നോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ നോ വറീസ്. അളിയനോ? അതെ, നിന്റെ ഏട്ടൻ. സീക്രട്ട് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇപ്പോ മോർണിംഗ് ഒന്നും നമുക്ക് ഡേറ്റിന് പോകാൻ പറ്റില്ലല്ലോ. സോ നീ വന്നേ പറ്റും. ആലോചിച്ചോണ്ട് നിൽക്കാനൊന്നും സമയമില്ല. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ഞാൻ വരാം, ബട്ട് എന്നെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണം. ഓക്കെ, പെട്ടെന്ന് വരാൻ നോക്കും. ഇപ്പൊ എന്റെ ക്യൂട്ട്നെസ് കാണിച്ച് എന്റെ മോഡ് കളയുന്നതിന് മുമ്പേ പോവാം. ഇതിലാണോ നമ്മൾ പോകുന്നത്? അതെല്ലോ, ഡീസൽ ആയിരുന്നോണ്ട് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റിയില്ല. തൽക്കാലം മോളിപ്പോ ഇതേ ഒന്ന് കേറും. അതല്ല, ബൈക്കിൽ പോയാ ആരെങ്കിലും കാണില്ലേ? അതിനല്ലേ ഹെൽമെറ്റ്. പിന്നെ വേറെ ആരും നീ പാതിരാത്രി ബൈക്കിൽ കയറുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ. നിന്റെ ഡാഡി എണീച്ച് വരുന്നതിന് മുമ്പേ വന്ന് കേറി വേണ്ടേ. ഒരുപാട് ലേറ്റ് ആവരുത്, നേരത്തെ എത്തിക്കണേ വീട്ടില്. ഓക്കെ ഡൺ, നീ വന്ന് കേറ്. ഞാൻ വണ്ടി എടുക്കാൻ പോവാ, മുറുക്കി പിടിച്ചിരുന്നോ.
നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ആവശ്യമില്ല. എനിക്ക് നല്ല ബാലൻസ് ഉണ്ട്. ഞാൻ പിടിക്കാതെ തന്നെ ഇരുന്നോളാം. ഓ അങ്ങനെ, എന്നാ ഓക്കെ. എന്തുപറ്റി? ബാലൻസ് കയ്യിൽ നിന്ന് വഴുതിപ്പോയോ? ഇഡിയറ്റ്. നമ്മളിങ്ങനെ നടക്കുന്നത് മറ്റും നിന്റെ ഫാൻസ് മീഡിയ എടുത്ത് റൂമറാക്കിയാലോ? അതിനൊക്കെ ഉള്ള ഒരു ഐഡിയ എൻ്റെ ഉണ്ട്. എന്ത് ഐഡിയ? പറഞ്ഞു തീർന്നില്ല, അതിനുള്ളിൽ വന്നല്ലോ. ദോ അതാണ് ഐഡിയ. ഹായ് ഗായ്സ്. ബസു, നീ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ, അയ്യോ കൂടുതലൊന്നും മൊഴിയണമെന്നില്ല, എനിക്ക് മനസ്സിലായി. നീ സൊള്ളുന്നതിന് ഞാൻ കാവൽ നിൽക്കണം, അതല്ലേ? നീയാണ് എൻ്റെ ഉയർ നൻപൻ. അയ്യോ അച്ചിരി നോക്കൂ, എന്തൊരു പാവം. ഹായ് വാസു ചേട്ടാ. ഹായ് പെങ്ങളെ. പെങ്ങൾ ചെന്നു, യു എൻജോയ്. വാസു നോക്കിക്കൊള്ളാമല്ല. മുൻപേ വായം അൻപേ വാ കൂടെ വാ ഉയരേ വാ മുൻപേ വായം അൻപേ വാ ഉപ്പുവായ് ഉപ്പുവോ നാരാ കേട്ടേ നിന്നെ നാനേ നെഞ്ചം സ്വന്തതേ. ആഞ്ജനേയ സ്വാമി. ബാസു, നീ വണ്ടിയും കൊണ്ടിവിടെ നിൽക്കും, ഞാൻ അവളെ വീട്ടിലോട്ടാക്കിയിട്ട് വരാം. പെങ്ങളെ പറഞ്ഞു വിട്ടിട്ട് പെട്ടെന്ന് ഒന്നണം, അല്ലാതെ അവിടെ ഒലിപ്പിച്ച് നിന്ന് നേരം കളയാനാണെങ്കിൽ ഞാൻ കൊണ്ടുകയറി വരും. ഓൾറെഡി പോസ്റ്റ്, ഇനിയും പോസ്റ്റ് ആവാൻ വയ്യടേ. ഓക്കെ ഓക്കെ, ജസ്റ്റ് 5 minutes, ഐ വിൽ ബി ബാക്ക്. അളിയൻ മെയിൻ ഡോറിൻ്റെ അവിടെ നിൽപ്പുണ്ട്, നീ ഇങ്ങോട്ട് ചെന്നാൽ മതി. ഓക്കെ, ബൈ. നാളെ കാണാം. താങ്ക് യു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. A wonderful night. Aju, I love you. I love you too. Okay, bye. നാളെ കാണാം. Good night. Good night. എന്റെ ദേവി, എന്തായി കാണുന്നേ? കഥു. ആഞ്ജനേയ സ്വാമി, നിന്റെ പൊന്നോന്ന് അനങ്ങി വാ. പപ്പ എണീക്കുന്നതിന് പെട്ടെന്ന് അകത്ത് കയറാനുള്ളതാ. അതാ വരുവാ. എന്നാലും ഏട്ടൻ ഇത്രയ്ക്ക് സപ്പോർട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു ഏട്ടൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. ഞാനിതൊക്കെ ചെയ്യുന്നത് മോക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ അളിയന് വേണ്ടിയിട്ടാ. പിന്നെ നിന്നെ എനിക്ക് വിശ്വാസമില്ലെങ്കിലും എൻ്റെ അളിയനെ എനിക്ക് നല്ല വിശ്വാസം. കാമുകന് മാത്രമേ വേറൊരു കാമുകൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കാമുകിമാർക്കൊന്നും ഇതൊന്നും അറിയണ്ടല്ലോ. ഓ, വലിയൊരു അളിയൻ വന്നേക്കുന്നു. ഇതൊക്കെ കുറച്ച് ഓവറാ. നാക്ക് മടക്കി വായനകത്തിട്ടിട്ട് മിണ്ടാതെ കയറി പോവാൻ നോക്കടി. രണ്ടെണ്ണം ഇത് എവിടെ പോയിട്ടുള്ള വരവാ? എനിക്കുള്ള ആംബുലൻസിന്റെ നിലവിളിയല്ലേ ഞാനിപ്പോ കേട്ടത്? യെസ്, ചോദിച്ചത് കേട്ടില്ലേ? രണ്ടെണ്ണം എവിടെ പോയിട്ടുള്ള വരവാ എന്ന്. അയ്യോ, ഇപ്പൊ എന്താ പറയാ? എടാ പട്ടി, എന്തെങ്കിലും പറ. എന്റെ കുഞ്ഞി പെങ്ങൾക്കൊരു കുഞ്ഞി ആഗ്രഹം, പാതിരാത്രി അവൾക്ക് ചായ കുടിക്കാൻ പോകണമെന്ന്. അത് അവളെയും കൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നത്. പാതിരാത്രി ചായ
അതിന് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇട്ട് കുടിക്കായിരുന്നല്ലോ. അച്ചു, ഇതൊക്കെ സത്യം തന്നല്ലോ അല്ലേ? ആ പപ്പ സത്യ. ചേട്ടൻ പറഞ്ഞിരുന്നു ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കണക്ക് രാത്രിയിൽ ചായക്കടയിൽ പോയി ചായ കുടിക്കാറുണ്ടെന്ന്. അത് പറഞ്ഞപ്പോൾ ഞാൻ എന്നെയും കൂടെ ഒരു ഡേ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇതെന്താ വേദനിക്കപ്പെടണോ? എനിക്ക് എൻ്റെ അനിയത്തിനെയും കൊണ്ട് പാതിരാത്രി ഒന്ന് ചായ കുടിക്കാൻ പോലും പുറത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? അത് കൊള്ളാം. ഇതെന്ത് കഷ്ടാ. മതി മതി, ഇനിയിപ്പോൾ അമ്മ പറഞ്ഞിട്ട് പോകണം കേട്ടല്ലോ. എന്നാ ആരെണ്ണം പോയി കിടന്ന് ഉറങ്ങാം. ആ ഓക്കെ പപ്പ, ഗുഡ് നൈറ്റ്. ഇന്നെങ്കിലും അച്ഛൻ്റെ അടുത്ത് ഈ കാര്യം പറയണം. ഇന്ന് തന്നെ പറയാം. ഇനി ഒരുപാട് ലേറ്റ് ആക്കണ്ട. അച്ചു എന്തായാലും അക്സെപ്റ്റ് ചെയ്യും. അതിനോ എന്താടാ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? വട്ടായ? ഏയ് ഒന്നുമില്ലടി, ഞാൻ ചുമ്മാ. എടാ കുഞ്ഞിന് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വെഡിങ് മതിയെന്ന് പറഞ്ഞത്. സോ അറേഞ്ച്മെന്റ്സ് ഒക്കെ ആ രീതിയിൽ ചെയ്താൽ മതി. നീ കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ആ ഓക്കെ. അച്ചു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ പറയ്, കേട്ടിട്ടെന്തോ സീരിയസ് ആണെന്ന് പറ. അത് അച്ചു, ഞാൻ എനിക്ക് നിനക്ക് പറ. എടാ വെയിറ്റ് ഒരു മിനിറ്റ്. ഹലോ ഹലോ ഡാർലിംഗ്, ഇത് ഞാനൊരു കാര്യം പറയാനും വിളിച്ചു. നിനക്ക് ഏട്ടത്തിനെയും നിഷ ബേബിനെയും കാണണമെന്ന് പറഞ്ഞില്ലേ? എന്നാ പപ്പേനെയും മമ്മേനെയും ഒട്ടും ഫേസ് ചെയ്യാനും വയ്യ. സോ ഇപ്പോൾ വീട്ടിലെ നിഷ ബേബിയും ഏട്ടത്തിയും മാത്രമേ ഉള്ളൂ. ഞാനും ഏട്ടനും ഡാരും ഇപ്പോൾ കമ്പനിയിലാണ്. മമ്മ പുറത്ത് പോയേക്കാം. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പം തന്നെ പൊക്കോളാം. ഓക്കെ ബൈ. എൻ്റെ ഫ്രണ്ട് വിളിച്ചതാ. എനിക്ക് അർജൻറ്റായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണമല്ലോ. അല്ല നീ എന്തോ പറയാൻ വന്നല്ലോ, എന്താ? അത് പറയും, അത് കേട്ടിട്ട് പോവാം. ഏയ് ഒന്നുമില്ല, നീ പോയിട്ട് വാ, നമുക്ക് പിന്നെ പഴയ സംസാരിക്കാം. ഓക്കെ, എന്നാൽ ഞാൻ പോവാണേ. പിന്നെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കിക്കോണേ. എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ ബൈ. டே என்னடா இங்கே பண்ணிட்டு இருக்கேன்? வா எங்கூட வந்து அந்த அரேஞ்ச்மெண்ட்ஸ் கொஞ்சம் ஹெல்ப் பண்ணு. சும்மா வெட்டியாக இருக்காமா. ഓ എൻ്റെ പൊന്നെ അയ്യങ്കാരി, നീ തൊള്ള തുറക്കല്ലേ, ഞാൻ അങ്ങോട്ട് വരുവാ. ആഹാ, ഇതാരാ അച്ചു? ഞാൻ കരുതി ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു. ഞാൻ മറന്നിട്ടില്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അല്ല നിഷ ബേബി എവിടെ? പിന്നെ ചേച്ചി കിച്ചണിൽ ഒറ്റയ്ക്കാ? നിഷ ബേബി ഉറക്കാം. പിന്നെ കുറച്ച് കുക്കിംഗ് കൂടെ ബാക്കിയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കമ്പനിയിലും പിന്നെ അമ്മ പുറത്തും പോയേക്കാം. ഓ ഞാനും കൂടി കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാം. വിക്കി ചെക്ക് ചെയ്യാനുള്ള ഫയലിംഗ് എടുത്തോണ്ട് വന്നേ. ഇവനെന്ത് പറ്റി? ഡ്രാമ കൊണ്ട് ഒട്ടായ ഇതാ ബംഗാളി. ഈ നിക്കിക്ക് എന്ത് പറ്റി? അതോ പഞ്ചവർണ്ണ ഉമ്മ ഉമ്മ പട്ടുപോലിത്ര ഉമ്മ. ഇവന്മാർക്ക് ഇതെന്ത് പറ്റി? വാസു എങ്ങാനും ഇവനെ വാസു എന്തോ സെൽഫിക്കുള്ളേ ഗിവുമി ഉമ്മ ഉമ്മ സെൽഫിക്കുള്ളേ ഗിവുമി ഉമ്മ. വാസു നീ ഇത് നിർത്തുന്നതാണ് നല്ലത്. ഉമ്മ ഉമ്മ ഇങ്ങനെ നടന്നില്ല ചിക്കനെ ആലോചിക്കുന്നോളം ചിരി വരുന്നു. വാസു ഉമ്മ ഉമ്മ. വാസു എന്നെ സ്വഭാവം മാറ്റിക്കരുത്, മര്യാദയ്ക്ക് നിർത്തിക്കോ. എല്ലാവരും ഒന്ന് നിർത്തിക്ക്. പാവാ ചേട്ടന് വീണ്ടും എയറിലാക്കാത്ത നീയേ ഞാൻ വരുന്നതിനുള്ളിൽ എല്ലാവർക്കും കൂടെ ചെയ്തു വെച്ചേക്കണം, പ്രത്യേകിച്ച് വാസു, കേട്ടല്ലോ? എടാ നീ അതിനിപ്പ വന്നതല്ലേ ഉള്ളൂ, നീ ഇപ്പൊ എവിടെ പോവാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ വരും പോവും. മര്യാദയ്ക്ക് ആ ജോലി ചെയ്ത് തീർത്തു, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അങ്ങനെ മര്യാദയ്ക്ക് പറയുന്നില്ലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. വഴിയെ പോയി അടിച്ചു ഓടിച്ച് വാങ്ങിച്ചു. ഹലോ മാഡം. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഹലോ മാഡം, ഇത് എന്റെ വീടാ. എന്റെ വീട്ടിൽ വരാൻ എനിക്ക് നിന്റെ അനുവാദം വേണോ? നീ ഇന്ന് ഓഫീസിൽ പോകണമെന്നല്ലേ പറഞ്ഞ? ഓഫീസിൽ പോയതാ, പിന്നെ ഒരു മൂടില്ല, അതാ ഇങ്ങോട്ട് വന്നേ. കാണൂല. മോളെന്താ കിച്ചണിൽ ചെയ്യുന്നേ? ചേട്ടൻ സഹായിക്കണോ? ഞാൻ അത്തപ്പൂക്കൾ ഇടാം. ഒരു സഹായം ആവശ്യമില്ല, അങ്ങോട്ട് മാറി നിന്നാ മതി. ശരി അങ്ങനെ പറയല്ലേ, പിന്നെ ഞാൻ എന്തിനാ വന്നേ? ആ സ്പൂണിങ് എടുക്കാം, ഞാൻ സഹായിക്കാം. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, മാറ്. ആ സ്പൂണിങ് എടുക്കണേ. സ്പൂൺ നീ തന്നെ ചെയ്തോ പോ. എന്നാ എനിക്കിപ്പോ സ്പൂൺ വേണ്ടെങ്കിലോ വേറൊരു സാധനം വന്നാൽ മതി. അയ്യോ ആരെങ്കിലും പ്രിയപുത്ര.
ഇതാ മമ്മ ഞാൻ പറയാറുള്ള മമ്മയുടെ മരുമോള്. നീ പറഞ്ഞ പോലെ തന്നെ നല്ല സുന്ദരിയാ മോള്. മോള് വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചു ആൻറ്റി. ഞാനും മോൾ അമ്മയെ പോലെ തന്നെയാണ്. മോളെ എന്താണോ മോൾ അമ്മയെ വിളിക്കുന്നത് അത് തന്നെ എന്നെ വിളിച്ചാൽ മതി. ശരി മമ്മ. വാ മോളെ, വന്നേ, ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇതാ വരുന്നു മമ്മ.